Good afternoon. Good afternoon. Good afternoon, ma'am. Okay, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മുടെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഇതിൽ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ 5 ആണ്. എല്ലാവരുടെ കയ്യിലും ബുക്ക് അവൈലബിൾ ആണല്ലോ, എല്ലാവരും എടുത്തൊക്കെ വെച്ചല്ലോ. ചാപ്റ്റർ നമ്പർ ഒന്നും ഡൗട്ട് ഇല്ലല്ലോ. ചാപ്റ്റർ 5 ആണ് എടുക്കണത്. Okay. Supportive departments in hospital. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സിനെയും അതേപോലെ ഹോസ്പിറ്റൽസിന്റെ അഫേഴ്സും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ക്ലിനിക്കൽ ലബോറട്ടറീസ്, ലാബ് എന്നൊക്കെ പറയാറില്ലേ, എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബ്ലഡിന്റെ ഒക്കെ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ലാബിൽ പോയിട്ടുണ്ടാവും നമ്മൾ ഓരോരുത്തരും. അപ്പൊ അങ്ങനത്തെ ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഡയഗ്നോസിസ് ചെയ്യുന്ന ഒരു ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലിനിക്കൽ ലബോറട്ടറീസ് എന്ന് പറയുന്നത്. ഇനി റേഡിയോ ഡയഗ്നോസിസ് സർവീസുകൾ, സ്കാൻ, എക്സ്റേ, അതേപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോ ഡയഗ്നോസിസ് സർവീസ്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയാറുണ്ട്. സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് അണുവിമുക്തമാക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ ഫാർമസി ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. മെഡിസിൻസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, ഫാർമസിയിൽ നിന്നാണ്. മെഡിക്കൽ റെക്കോർഡ്, പേഷ്യൻസിന്റെ ഫുൾ ഹിസ്റ്ററി അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഓരോ പേഷ്യൻസിനും ഓരോ ഫയൽസ് ഉണ്ടാവും. ഈ ഫയൽസ് ഒക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് എവിടെയാണ്, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലാണ്. ഇനി ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ക്ലീനും സേഫ് ആയിട്ടിരിക്കുന്ന ഏരിയ ആണ് ഏത്, ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. കാരണം ഹോസ്പിറ്റൽ വഴി ഇൻഫെക്ഷൻസ് പകരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തമാണ് ഹോസ്പിറ്റൽ വഴി ഒരു അസുഖവും എന്ത് ചെയ്യുന്നില്ല, സ്പ്രെഡ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നത്. ഡയറ്ററി സർവീസ് ഡിപ്പാർട്ട്മെന്റ്. ഡയറ്ററി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ പല അസുഖങ്ങളുള്ള പേഷ്യൻസ് ഉണ്ടാവും. അവർക്ക് ഓരോരുത്തർക്കും പല ഡയറ്റ് ആയിരിക്കും. അപ്പൊ ഡയറ്റീഷ്യന്റെ ഓർഡർ അനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയറ്ററി സർവീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത്. ഇനി IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ ഹോസ്പിറ്റൽസും കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പോൾ അവിടെ റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ. മെഡിക്കൽ സോഷ്യൽ സർവീസ് എന്ന് പറയുമ്പോൾ ഈ ഹോസ്പിറ്റൽസിന്റെ അകത്തും അതേപോലെ നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ എന്തുണ്ടാവും, ഹോസ്പിറ്റലിന്റെ അകത്തും പുറത്തൊക്കെ വർക്ക് ചെയ്യും. നമ്മുടെ ഹോസ്പിറ്റലിന്റെ അകത്ത് സോഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്, മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ ഒരുപാട് പൈസയുടെ ഒക്കെ ട്രീറ്റ്മെന്റ് ഒന്നും അവരെ കൊണ്ട് അഫോർഡബിൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഡോണേഴ്സിനെ അല്ലെങ്കിൽ എന്താ പറയാ സ്പോൺസേഴ്സിനെ ഒക്കെ കണ്ടെത്താനായിട്ട് മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് അവരെ ഹെൽപ്പ് ചെയ്യും. ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാല് തീരെ വൈകാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, മസിൽസിനോ അല്ലെങ്കിൽ സ്കെൽറ്റൻ പ്രശ്നങ്ങൾ, മസിൽസ് അല്ലെങ്കിൽ ലോക്കോമോട്ടോർ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യാറുണ്ട്. സ്ട്രോക്ക് ഒക്കെ സംഭവിച്ച് പക്ഷാഘാതം ഒക്കെ സംഭവിച്ച് ഒരു വശമൊക്കെ തളർന്നു പോയിട്ടുള്ള പേഷ്യൻസ് നമ്മൾ ഒഴിച്ചില് അങ്ങനെയൊക്കെ ചെയ്ത് എന്ത് ചെയ്യും, പഴയ രീതിയിലേക്ക് ആളുടെ ബോഡി പാർട്ടിനെ ആക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലിന്റെ അകത്ത് ഫിസിയോതെറാപ്പി യൂണിറ്റ്സുകൾ ഉണ്ട്. അതിനെയാണ് ഫിസിയോതെറാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത്. മെഡിക്കൽ മെയിൻ്റെനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. നമ്മൾ 24 hours വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഏത്, ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റൽസിൽ 24 hours വർക്ക് ചെയ്യുമ്പോൾ ഒരു സ്റ്റോപ്പേജും കൂടാതെ നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ ഡിപ്പാർട്ട്മെന്റ് കൂടിയേ തീരുള്ളൂ. പർച്ചേസിംഗ് ആൻഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുള്ള എക്യുപ്മെന്റ്സ് ആവട്ടെ, മെഡിസിൻസ് ആവട്ടെ, ഇതെല്ലാം ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് പർച്ചേസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓർ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തമാണ് കേട്ടോ.
ഓക്കെ, ഇത്രയും കാര്യങ്ങൾ, ഇത്രയുമാണ് നമ്മുടെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സിൽ ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാലോ. ഫസ്റ്റ് വന്നത് ക്ലിനിക്കൽ ലബോറട്ടറി ആണ്. ക്ലിനിക്കൽ ലബോറട്ടറിയിൽ നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ, മെയിൻ ഫീൽഡുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ ഫീൽഡും നിങ്ങളൊക്കെ എഴുതി വെക്കണം നല്ലതായിരിക്കും കേട്ടോ. അത് കുറച്ച് 6 മെയിൻ ഫീൽഡ് ആണ് ക്ലിനിക്കൽ ലബോറട്ടറി ഉള്ളത്. ലാബ് ടെസ്റ്റുകൾ നമ്മൾ 6ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ് അവിടെ പറയുന്നത്. ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദ ക്ലിനിക്കൽ ലബോറട്ടറി ഈസ് ടു പെർഫോം ലാബ് ടെസ്റ്റ്. മെയിൻ ആയിട്ടുള്ള ക്ലിനിക്കൽ ലബോറട്ടറിയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാബ് ടെസ്റ്റുകൾ ചെയ്യാം. ഇൻ ദി 6 മെയിൻ ഫീൽഡ്, ഇവിടെ നമുക്ക് 6 ഫീൽഡ് ആയിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. ബാക്ടീരിയോളജി എന്നാണ് ഫസ്റ്റ് ഫീൽഡിന്റെ പേര്, ബാക്ടീരിയോളജി. രോഗങ്ങളുമായി ബന്ധപ്പെട്ട ബാക്ടീരിയനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് ബാക്ടീരിയോളജി എന്ന് പറയുന്നത്. സ്റ്റഡി റിലേറ്റിംഗ് ടു ബാക്ടീരിയ, സ്റ്റഡി റിലേറ്റിംഗ് ടു ബാക്ടീരിയ, ഏതാണ് രോഗകാരിയായിട്ടുള്ള ബാക്ടീരിയ എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് ബാക്ടീരിയോളജി ഹെൽപ്പ് ചെയ്യുന്നത്. ബയോകെമിസ്ട്രി ഓർ ബയോളജിക്കൽ കെമിസ്ട്രി എന്ന് 2 പേര് പറയാറുണ്ട്. ബയോകെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജിക്കൽ കെമിസ്ട്രി എന്ന്. എന്നത് ജീവജാലങ്ങളുടെ ഉള്ളിലെ അവയവവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും രാസപ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ്. ഇപ്പൊ നമ്മള് ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, നമ്മളുടെ ജീവികളുടെ എന്താണ് ഉദരരോഗമായിട്ടുള്ള അല്ലെങ്കിൽ അവയവങ്ങളിൽ എന്തെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട രാസപ്രവർത്തനങ്ങൾ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ബയോകെമിസ്ട്രി എന്നത്. ഹിസ്റ്റോളജി എന്ന് പറയുമ്പോൾ ടിഷ്യൂസിനെ കുറിച്ചുള്ള പഠനമാണ്. സ്റ്റഡി ഓഫ് ടിഷ്യൂസ് എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് സ്റ്റഡി ഓഫ് ടിഷ്യൂസ്. സെറോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ഓഫ് ആന്റിബയോട്ടിക്സ്, എക്സാമിനേഷൻ ഓഫ് ആന്റിബയോട്ടിക്സ് ആൻഡ് അതർ സബ്സ്റ്റൻസ്. ശരീരത്തിലെ ദ്രാവകങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ശാസ്ത്രീയ പഠനമാണ് ഏത്, സെറോളജി എന്ന് പറയുന്നത്. ഹെമറ്റോളജി എന്ന് പറയുന്നത് നിങ്ങൾ ബ്ലഡ് ബാങ്ക് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡറിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്. ഇനി സൈറ്റോളജി എന്ന് പറയുന്നത് സെൽസിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്. സ്റ്റഡി ഓഫ് സെൽസ് കേട്ടോ, സ്റ്റഡി ഓഫ് സെൽസ്. ഇപ്പൊ ഈ 6 ഫീൽഡിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതിയെടുത്തല്ലോ. ബാക്ടീരിയോളജി എന്ന് പറഞ്ഞാൽ രോഗവുമായി ബന്ധപ്പെട്ട ബാക്ടീരിയനെ കുറിച്ചിട്ടുള്ള പഠനം. ബയോകെമിസ്ട്രിയിലെ നമ്മുടെ ജീവജാലങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങളുടെ ഉള്ളിലേക്ക് ബന്ധപ്പെട്ട രാസപ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം. ഹിസ്റ്റോളജി എന്ന് പറയുമ്പോൾ ടിഷ്യൂവിനെ കുറിച്ചിട്ടുള്ള പഠനം. സെറോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെർ ഉണ്ടല്ലോ, അവയവങ്ങൾ ദ്രാവകങ്ങളുണ്ട്, ശരീര ദ്രാവകങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം. ഹെമറ്റോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ബ്ലഡ്. സൈറ്റോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ഓഫ് സെൽസ്. ഇത്രയും ടെസ്റ്റുകളാണ് നമ്മൾ സാധാരണയായിട്ട് കോമൺലി ബ്ലഡ് ഫ്ലൂയിഡ് അല്ല ബോഡി ഫ്ലൂയിഡ് കേട്ടോ. ഏതാണ് സെറോളജി അല്ലേ? ഓക്കെ, ശരീര ദ്രാവകങ്ങൾ മലയാളത്തിൽ പറഞ്ഞുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ സാധാരണയായിട്ട് ക്ലിനിക്കൽ ലബോറട്ടറിയിൽ നടത്തുന്ന ലാബ് ടെസ്റ്റുകൾ. കൂടാതെ ഓക്കെ ട്ടാ, ഞാൻ പറഞ്ഞുള്ളൂ, രണ്ടാമത് എടുത്ത് പറഞ്ഞപ്പോ ഇത്തിരി സ്പീഡായോ? ഓക്കെ, നോക്കാം. അസിസ്റ്റ് മെഡിക്കൽ സ്റ്റാഫ് ഇൻ മേക്കിംഗ് ആൻഡ് കൺഫോമിംഗ് ദ ഡയഗ്നോസിസ് ഇൻ ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിസീസ്. അപ്പൊ ഈ ക്ലിനിക്കൽ ലബോറട്ടറീസ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്റ്റാഫിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ അസുഖങ്ങളാണ് കണ്ടെത്താനും അതിന് ട്രീറ്റ്മെന്റും അതിന്റെ പ്രിവെൻഷനും വേണ്ടിയിട്ട് നമുക്ക് ക്ലിനിക്കൽ ലബോറട്ടറീസ് നമ്മൾ വളരെ അധികം എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കി ക്ലിനിക്കൽ ലബോറട്ടറീസ്. Histology means study of tissues കേട്ടോ. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. സ്പീഡ് കൂടുതലാണെന്ന് തോന്നിയെന്ന് തോന്നണം. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മള് ലാബ് ടെസ്റ്റുകൾ ക്ലിനിക്കൽ ലബോറട്ടറിയിൽ ലാബ് ടെസ്റ്റുകളാണ് സാധാരണയായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്ന ഫംഗ്ഷൻസ് ലാബ് ടെസ്റ്റുകളാണ്. അവിടെ നമ്മൾ 6 ടൈപ്സ് ലാബ് ടെസ്റ്റുകളാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 6 മെയിൻ ഫീൽഡ്സ് ആണ് ഇവിടെ ഉള്ളത്. ബാക്ടീരിയോളജി എന്ന് പറഞ്ഞാൽ ബാക്ടീരിയസിനെ കുറിച്ചുള്ള പഠനത്തിനെയാണ് ബാക്ടീരിയോളജി എന്ന് പറയുന്നത്. നമുക്ക് ആ രോഗത്തിന് കാരണമായ ബാക്ടീരിയനെ കുറിച്ച് കണ്ടെത്തുക. ഇനി ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ എന്താ പറയാ, ജീവജാലങ്ങളിലെ ഉള്ളിലെ അവയവങ്ങളിൽ ഉണ്ടാവുമല്ലോ, അവയവമായി ബന്ധപ്പെട്ടിട്ടുള്ള രാസപ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ. ഇപ്പൊ നമ്മുടെ ഡൈജസ്റ്റീവ്
ട്രാക്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ ഡൈജസ്റ്റീവിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു ഇത് നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. ഹിസ്റ്റോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ടിഷ്യൂസ്, നമ്മൾ ടിഷ്യൂസ് ഉണ്ടല്ലോ, ടിഷ്യൂസിനെ കുറിച്ചുള്ള പഠനം. സെറോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി ഫ്ലൂയിഡോ അല്ലെങ്കിൽ സെറംസ് അങ്ങനെ പറയാറുണ്ടല്ലോ. നമ്മളിപ്പോ എന്താ പറയാ, നിപ്പൊക്കെ കണ്ടെത്താനായിട്ട് എന്താണ് നമ്മൾ സെറം കളക്ട് ചെയ്തിട്ട് ലാബ് ടെസ്റ്റിന് അയച്ചു എന്നല്ലേ പറയണത്. അപ്പൊ ബോഡി ഫ്ലൂയിഡില് സ്റ്റഡി ഓഫ് ബോഡി ഫ്ലൂയിഡ്. ഹെമറ്റോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ബ്ലഡിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്. സൈറ്റോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് സെൽസ് എന്ന് വെച്ചാൽ നമ്മുടെ സെൽസിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്. ഇത്രയും മെയിൻ ഫീൽഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാബ് ടെസ്റ്റുകൾ ചെയ്യാറ്, പെർഫോം ചെയ്യാറ്. ഒന്ന് വായിച്ചു നോക്കിയത്. ഓരോന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 ഫീൽഡാണ് പറയുന്നത്, നിങ്ങൾ പറയുമ്പോൾ തന്നെ എഴുതിയെടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വായിച്ചു നോക്കി. എല്ലാവരും വായിച്ച് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കാം കേട്ടോ. കുറെ വേർഡൊക്കെ നമ്മള് പുതിയതായിട്ടൊക്കെ ഇട്ടതാണ്, അപ്പൊ അതുകൊണ്ടാണ് മലയാളത്തിൽ തന്നെ എഴുതി വെക്കണം എന്ന് ഞാൻ പറഞ്ഞത്. റേഡിയോളജി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഒരു എക്സ്റേ എടുക്കാനോ കയ്യിലേക്ക് ഓടിഞ്ഞിട്ട് നമ്മൾ എക്സ്റേ എടുക്കാനൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവില്ലേ, നമ്മൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടാവില്ലേ, ഇല്ലേ? അപ്പൊ അത് ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഡിയോളജി എന്ന് പറയുന്നത് കേട്ടോ. The main function of this department is to assist the physician in diagnosis and treatment of the patient disease by using radiography. നമ്മൾ റേഡിയോഗ്രഫി ആ ഒരു ഇമേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ പേഷ്യന്റ് എന്താണ് അസുഖം എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഡയഗ്നോസ് ചെയ്യുന്നു, അതിന് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത്, റേഡിയോളജി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയിട്ട് കൈ ഒടിഞ്ഞിട്ടോ കാലൊടിഞ്ഞിട്ടൊക്കെ ആയിട്ട് നമ്മൾ ചെല്ലാണെങ്കിൽ നമുക്ക് ഫിസിഷ്യൻ എന്താ ചെയ്യാറ്, നമ്മളവർ പറയും എക്സ്റേ എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് നമുക്ക് എഴുതി തരും. നമ്മൾ എക്സ്റേ എടുത്ത് പോകുമ്പോൾ അവർ ആ ഇമേജ് ഒക്കെ ഒബ്സർവ് ചെയ്തിട്ട് പറയും എല്ലിന് പൊട്ടലുണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്ലാസ്റ്റർ ഉണ്ടെന്നൊക്കെ പറയും. അപ്പൊ ഈ റേഡിയോഗ്രാഫിക് ഇമേജസ് നോക്കിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, തീരുമാനം എടുക്കുന്നത്. ഇന്നത് പൊട്ടലുണ്ട് അല്ലെങ്കിൽ ഒടുവുണ്ട് എന്നൊക്കെ അവർ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്, ഈ റേഡിയോഗ്രാഫിക് ഇമേജുകൾ നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഫ്ലൂറോസ്കോപ്പി, റേഡിയോ ഐസോടോപ്സ്, ഹൈ വോൾട്ടേജ് ആക്സിലേഷൻ. അപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. റേഡിയേഷൻ കടത്തി വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കും. അതേപോലെ ഹൈ വോൾട്ടേജ് ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത് എക്സ്റേ ആണ് കേട്ടോ. നമ്മൾ എക്സ്റേ എടുക്കൂലേ, നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ എപ്പോഴെങ്കിലും ഒരു എക്സ്റേയുടെ കോപ്പി വന്നിട്ടുണ്ടാവും, നോക്കട്ടെ കേട്ടോ. ഫ്ലൂറോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റേ ആണ്. നമ്മള് ഒടുവോ ചതുവൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്, നമ്മളിങ്ങനെ എക്സ്റേ എടുക്കുമല്ല, ഈ ഒരു ഇമേജിന് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഇങ്ങനെ നമ്മളത് പ്രസന്റ് ചെയ്യുന്നതിനാണ് ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ദെൻ റേഡിയോസ് ഐസോടോപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റേഡിയേഷൻ കടത്തി വിട്ട് ആ ഇമേജ് കണ്ടെത്തുന്നതിനാണ് റേഡിയോ ഐസോടോപ്സ് എന്ന് പറയുന്നത്. ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ECG ഒക്കെ എടുക്കാറുണ്ടല്ലോ, നമ്മൾ എന്താണ് ECG ചെക്ക് ചെയ്യണ ആ ഒരു മെത്തേഡിനെയാണ് ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇനി വേരിയസ് ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ആണ് പറയുന്നത്. എക്സ്റേ മെഷീൻ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും എക്സ്റേ എടുക്കാനായിട്ട് നമ്മൾ പോയിട്ടുണ്ടാവുമല്ലോ, അപ്പൊ എക്സ്റേ മെഷീൻ കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും, അതിൽ കണ്ടവർ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അതേപോലെ CT സ്കാൻ ചെയ്യുന്ന മെഷീൻ നമുക്കൊന്ന് കാണിച്ചു തരാം. എക്സ്റേ മെഷീൻ ചിലപ്പോൾ നമ്മൾ ആരും എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നില്ല. എക്സ്റേ മെഷീൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടിട്ടുണ്ടോ? ഓക്കെ. എക്സ്റേ എടുക്കാൻ മെഷീൻ ആണിത് കേട്ടോ. നമ്മളത് ഓരോ പാർട്ടിനനുസരിച്ച് നോക്കിയിട്ട് അത് എക്സ്റേ എടുക്കും. ഇങ്ങനൊരു മെഷീനിൽ കൂടെയാണ് നമ്മൾ ആ കറക്റ്റ് എക്സ്റേ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഗോൾഡ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ എന്തെങ്കിലും എക്സ്റേ ഒക്കെ എടുക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എക്സ്റേ മെഷീൻ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. ദെൻ നമ്മൾ പറയണത് ഇനി CT സ്കാനേഴ്സ് മെഷീൻ ആണ്. CT സ്കാന് ചിലപ്പോൾ മിക്കവരും CT സ്കാൻ ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ
അറിയാനായിട്ട് പറ്റും. CT സ്കാനിന്റെ മെഷീനാണ്. ബ്രെയിനെ കുറിച്ചും അങ്ങനെ CT സ്കാൻ ചെയ്യാറുണ്ട്. ഇത് CT സ്കാനിന്റെ മെഷീനാണ് കേട്ടോ. ഇനി MRI മെഷീൻ, ഇത് MRI ആണ്. CT സ്കാനിൽ നോക്കട്ടെ കേട്ടോ. CT സ്കാനിന്റെ വ്യത്യാസമുണ്ട്. CT സ്കാൻ സെയിം മെഷീനാണ് കേട്ടോ, CT സ്കാനും MRIയുടെ. പിന്നെ ഏതാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് അറിയാമോ നിങ്ങൾക്ക്? ECG ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ട് ഇതിന് മുമ്പ്? ECG എടുത്തിട്ടുണ്ടോ? നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ECG എടുത്തിട്ടുണ്ടോ? ഓക്കെ, എനിക്ക് എടുത്തിട്ടുണ്ട് ECG. അപ്പൊ നമ്മള് കയ്യിലൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മളുടെ ബോഡിയിലേക്ക് ഓക്കെ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള തരംഗങ്ങൾ കടത്തി വിട്ട് നമ്മുടെ ഹാർട്ടിന് എന്തെങ്കിലും ഹാർട്ടിന്റെ പ്രവർത്തനം ഒബ്സർവ് ചെയ്യണം ഒരു മെഷീനാണ് എന്ത് ECG മെഷീൻ എന്ന് പറയുന്നത്. എക്കോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത് ECG മെഷീനാണ്. നമുക്ക് നോക്കാം. ഡെലിവറിക്ക് മുമ്പായിട്ട് നമ്മൾ അതങ്ങനെ ചെയ്യാറുണ്ട്, ECG ചെക്ക് ചെയ്യാറുണ്ട്. അല്ലാതെ ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് നെഞ്ചുവേദനയൊക്കെയാന്ന് പറഞ്ഞു പോയാലും അവരെന്ത് ചെയ്യാറുണ്ട്, ECG ചെക്ക് ചെയ്യാറുണ്ട്. ECG വേരിയേഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവര് എന്ത് ചെയ്യാറുണ്ട്, നോക്കാറുണ്ട്. ECG മെഷീൻ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അവിടെ ഇമേജ് കൊടുക്കണം. ECG ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, നമ്മളിങ്ങനെ എന്ത് ചെയ്യണത്, കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യണത്. ഇതിന്റെ മെഷീൻ എനിക്ക് അറിഞ്ഞൂടാ, മെഷീന്റെ ഇമേജ് ഒന്നും ഇല്ല. ECG മെഷീനാണ് ഇപ്പൊ ഇത് കേട്ടോ. ഇതിൽ നമുക്ക് ആ പ്രിന്റ് ചെയ്ത് വരും. നമ്മുടെ ഹാർട്ടിന്റെ റേറ്റ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, അവരത് പ്രിന്റ് ചെയ്ത് വരും. ഇത് ഇങ്ങനത്തെ ഒരു മെഷീനാണ് അവർ യൂസ് ചെയ്യുന്നത്. ECG എടുത്തിട്ടുള്ളവർക്കാണെങ്കിൽ അത് അറിയാൻ പറ്റും. ഏറ്റവും മുമ്പ് ECG എപ്പോഴെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഈ പേജിലൂടെ നമ്മുടെ ഹാർട്ടിന്റെ ആ ഒരു റേറ്റ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്ത് വരും. അപ്പൊ നമ്മളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിസിഷ്യന് കൊടുക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ വായിച്ച് വെറുതെ പോവാ ചെയ്തത്. The main function of this department to assist the physician in diagnosis and treatment of the patient disease by using radiography, fluoroscopy, radioscopic and high voltage acceleration. നമ്മൾ ഈ മെയിൻ ആയിട്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫിസിഷ്യനെ ഹെൽപ്പ് ചെയ്യണം. എന്താണ് പേഷ്യന്റിനുള്ള അസുഖം, അവർക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്യണം. എങ്ങനെ അസസ് ചെയ്യുന്നത് വെച്ചാൽ റേഡിയോഗ്രാഫി അതേപോലെ ഫ്ലോറോസ്കോപ്പി എന്നൊക്കെ പറയുന്ന മെത്തേഡുകൾ വഴി എങ്ങനെയാണ് ആ പേഷ്യന്റ് എന്ത് അസുഖമാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഈ ഡയഗ്നോസിസ് എക്യുപ്മെന്റ്സ് ഉണ്ട്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകളാണ് താഴെ പറയുന്നത്. എക്സ്റേ മെഷീൻ, CT സ്കാൻ, പിന്നെന്താണ് MRI മെഷീൻ, ഇലക്ട്രോ കാർഡിയോഗ്രാം, അൾട്രാസൗണ്ട്, കളർ ഡ്രോപ്പർ. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലല്ലോ, പുതിയൊരു വേർഡല്ലേ. നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് എന്ത് സ്കാനാണ് നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ട്, സാധാരണയായിട്ട് സ്കാൻ ചെയ്തിട്ടുണ്ടോ? നമ്മള് എന്തെങ്കിലും സ്റ്റൊമക്കാ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സ്കാൻ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഇപ്പൊ ഡെലിവറിയുടെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ സ്കാൻ ഒക്കെ ചെയ്യുമ്പോൾ അവരൊരു ഇമേജ് നമുക്ക് തന്നയക്കാറുണ്ട് ഇല്ലേ? ഇമേജ് തന്നയക്കാറുണ്ട്. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അതൊരു ഇമേജ് അവര് ഈ സ്കാനിന്റെ റിപ്പോർട്ടിന്റെ ഒപ്പം തന്നെ ഒരു ഇമേജ്, ഇതേപോലത്തെ ഒരു ഇമേജും കൂടി അവർ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് ആ സ്കാൻ റിപ്പോർട്ടിനൊപ്പം കണക്ട് ചെയ്ത് തരാറുണ്ട്. ആ കുട്ടിയുടെ അല്ലെങ്കിൽ ഫെറ്റസിന്റെ വളർച്ച അറിയുന്ന രീതിയിലുള്ള ഇമേജസ് നമുക്കത് അറ്റാച്ച് ചെയ്ത് തരാറുണ്ട് ആ ഒരു ഇതിന്റെ ഒപ്പം തന്നെ. അപ്പൊ ഈ ഇമേജിനെയാണ് അൾട്രാസൗണ്ട് കളർ ഡ്രോപ്പർ എന്ന് പറയുന്നത് കേട്ടോ. ആ ഇമേജ് എടുക്കുന്ന ഒരു മെഷീനാണ് അൾട്രാസൗണ്ട് കളർ ഡ്രോപ്പർ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞത് ഡെലിവറിയുടെ ഒക്കെ ആണെങ്കിൽ കുട്ടികളുടെ വളർച്ചയൊക്കെ കാണുന്ന രീതിയിൽ അവർ എന്ത് ചെയ്യാറുണ്ട്, ആ ഒരു ഇമേജ് നമുക്ക് കറക്റ്റ് ആയിട്ട് അവര് നമുക്ക് ആ ഒരു റിപ്പോർട്ടിനോടൊപ്പം എന്ത് ചെയ്ത് പിൻ ചെയ്ത് തരാറുണ്ട്. ഈ ഒരു ഇമേജ് കേട്ടോ, കണ്ടല്ലോ ഈ ഒരു ഇമേജ്, ഇതാണ് ആ സംഭവം. അപ്പൊ ഇത്രയും മെഷീൻസ് ആണ് സാധാരണയായിട്ട് നമ്മള് ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ? പ്രസന്റേഷൻ മാറി
ഒന്ന് വായിച്ചു നോക്കോ റേഡിയോസ്കോപ്പി. ഇമേജ് പ്രസന്റ് ആവണില്ലേ? നിങ്ങൾക്ക് എല്ലാവരും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇമേജ്? PDF കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ കേട്ടോ. ഞാനത് ഒന്ന് കുറെ ഇങ്ങനെ ഒരുപാട് ഇമേജ് കാണിച്ചപ്പോ ആ ഫയലിന് എന്തോ പറ്റിയതാണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി എന്താണ് റേഡിയോളജി. ഞാൻ കുറെ ഇമേജുകളൊക്കെ കാണിച്ചു, എക്സ്റേ മെഷീൻ കാണിച്ചു, CT സ്കാനിന്റെ മെഷീൻ, MRI, ECGയുടെ കാണിച്ചു, അൾട്രാ കളർ ഡ്രോപ്പറും കാണിച്ചിട്ടുണ്ട്. ഏകദേശം നിങ്ങൾക്ക് ഇപ്പൊ ഈ വീഡിയോകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അത് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയും, എക്കോ കാർഡിയോഗ്രാം എന്നും പറയും കേട്ടോ. രണ്ട് വേർഡും കുഴപ്പമില്ല കേട്ടോ. നമ്മളത് നിങ്ങൾ മെഡിക്കൽ ടെർമിനോളജി എടുത്തോ? ഓക്കെ, കുഴപ്പമില്ല. മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ECGയുടെ ഫുൾ ഫോംസും കുറെ അബ്രിവേഷൻ ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചില വേർഡുകൾ ചില കാര്യങ്ങൾക്ക് ഫുൾ ഫോംസ് രണ്ടെണ്ണം ഉണ്ടാവും. അപ്പൊ അത് നമ്മളൊന്ന് നോക്കി പഠിച്ചാൽ മതി ആ ടൈമിൽ കേട്ടോ. ഓക്കെ ഓക്കെ, രണ്ടും ഉണ്ട് കേട്ടോ. EEG ഉണ്ട്, ECG ഉണ്ട്, രണ്ടും പറയാറുണ്ട് കോമൺലി. കാർഡിയോഗ്രാംസ് ഒക്കെയാണ്. ഓക്കെ, എല്ലാവരും നോക്കിയാ? വായിച്ചു നോക്കിയാ? ഇനി നമ്മൾ പഠിക്കുന്നത് സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതൊരു ചാപ്റ്റർ ആയിട്ട് ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് സെൻട്രൽ സ്റ്റെറിലൈസ് ഡിപ്പാർട്ട്മെന്റ്, സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ അപ്പൊ നമുക്ക് അത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ചാപ്റ്ററിൽ പഠിക്കാം. ജസ്റ്റ് എന്താണെന്ന് മാത്രം നമുക്ക് പറഞ്ഞു പോവാം. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമ്മൾ ക്ലീനും സ്റ്റെറിലൈസും ചെയ്ത് യൂസ് ചെയ്യണം. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് എങ്ങനെയാണ്, ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടാവും. പേഷ്യന്റ് അത് യൂസ് ചെയ്യുമ്പോൾ അത് ഇൻഫെക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അതുവഴി ഇൻഫെക്ഷൻസ് പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റൽസ് അത് ഡിസിൻഫെക്റ്റ് ആക്കണമല്ലോ, അല്ലെങ്കിൽ അത് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. സോ നമ്മൾ ആ യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, ഇൻസ്ട്രുമെന്റ്സ് എല്ലാം നമ്മൾ എവിടേക്ക് വിടും? സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുകയും അവിടെ നിന്ന് സ്റ്റെറിലൈസ് ഒക്കെ ചെയ്ത് ആ എക്യുപ്മെന്റ്സ് ആയിട്ട് നമ്മൾ പിന്നെ യൂസ് ചെയ്യാനായിട്ട് വാങ്ങിക്കുന്നത്. നോക്കുക, ദിസ് ഡിപ്പാർട്ട്മെന്റ് is in the charge of keeping all the instruments used in the hospital clean and sterilized to avoid spreading of infection throughout the hospital. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സും ക്ലീനും സ്റ്റെറിലൈസ്ഡും ചെയ്ത് വേണം ഉപയോഗിക്കാൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഫെക്ഷൻസ് പകരുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. They follow a strict procedure for sterilizing medical and surgical equipments. നമ്മളതിന് പഠിക്കും, സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. സ്റ്റെറിലൈസ് ചെയ്യുന്നത്, മെഡിക്കൽ ആൻഡ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യണം, അവർ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊരു ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട്. ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അത് പഠിക്കും കേട്ടോ. നെക്സ്റ്റ് ആണ് ഹൗസ് കീപ്പിംഗ്. ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ചാപ്റ്റർ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ നീറ്റും ക്ലീനും ആയിട്ട് സൂക്ഷിക്കണം. കാരണം ഹോസ്പിറ്റലിലൂടെ ഒരുപാട് അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മളത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിന്റെ അകവും പുറവും നല്ല വൃത്തിയോടെ സൂക്ഷിക്കണം. സോ ആ ഉത്തരവാദിത്തം ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഉള്ളത്. ദിസ് ഡിപ്പാർട്ട്മെന്റ് ടേക്ക് ദ ചാർജ് ഓഫ് കീപ്പിംഗ് ദ ഹോസ്പിറ്റൽ ക്ലീൻ ആൻഡ് നീറ്റ്. നമ്മുടെ ഹോസ്പിറ്റൽ ക്ലീനും നീറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തം ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഉള്ളത്. ഇറ്റ് ഇൻവോൾവ്സ് ഡൂയിങ് ദ ലോണ്ട്രി, ക്ലീനിങ് ഓൾ ദ റൂംസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ലോണ്ട്രി കളക്ട് ചെയ്യുക, അതേപോലെ തന്നെ ഹോസ്പിറ്റൽസിലെ എല്ലാ റൂംസും ക്ലീൻ ചെയ്യുക. ആൻഡ് എഫക്റ്റീവ്ലി ഡിസ്പോസിങ് ഓഫ് മെഡിക്കൽ വേസ്റ്റ് അക്കോർഡിംഗ് ടു സ്ട്രിക്റ്റ് ഹോസ്പിറ്റൽ ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്. സാധാരണയായിട്ട് എല്ലാ മെഡിക്കൽ വേസ്റ്റ് നിങ്ങൾ ചാപ്റ്റർ പഠിക്കുമ്പോൾ മെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. അവിടെ എങ്ങനെയാണ് അത് ഡിസ്പോസ് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അതെങ്ങനെ ഹോസ്പിറ്റലിന്റെ പ്രൊസീജിയർ അനുസരിച്ച് അത് സ്ട്രിക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ അവിടെ പഠിക്കും. അപ്പൊ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തമാണ്. ഇനി ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്. This department provides food service to inpatients, their families, staff of the hospital based on nutritious menu provided by the nutrition department. നമ്മുടെ ഹോസ്പിറ്റലിനകത്തുള്ള
പേഷ്യൻസ് ആണ്. ഇൻ പേഷ്യൻസ് എന്ന് പറയുന്നത് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് എന്ത് ഫുഡ് കൊടുക്കണം, അവർക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് വേണം പ്രൊവൈഡ് ചെയ്യാൻ. അവർ ഫാമിലി മെമ്പേഴ്സിനും ഹോസ്പിറ്റലിലെ സ്റ്റാഫിനും എന്ത് ഫുഡാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഫുഡ് സർവീസ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം, ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ രീതിയിലുള്ള ന്യൂട്രീഷൻ മെനു അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ ഫുഡുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. The dietitian is the member of the health team. Dietitian എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് ടീമിന്റെ ഒരു മെമ്പർ ആണ്. Work closely with the nursing service personnel in meeting the patient nutritional needs and in teaching. ഇവർക്ക് ചില പേഷ്യൻസിന് എല്ലാ ഫുഡും ഒന്നും കഴിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ ആ പേഷ്യൻസിന് കഴിക്കാൻ പറ്റുന്ന ഫുഡ് എന്താണെന്നുള്ള കാര്യങ്ങൾ നേഴ്സിംഗ് സ്റ്റാഫിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അവരെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും ആരുടെ ഉത്തരവാദിത്തമാണ്? ഡയറ്റീഷ്യൻ ഉത്തരവാദിത്തമാണ്. He or she is responsible for ordering of supplies and supervising of all the staff engaged in preparation and delivery of the food. അപ്പൊ ഈ ഡയറ്റീഷ്യൻ ഉത്തരവാദിത്തം അത് മാത്രമല്ല, നമ്മളുടെ ആവശ്യത്തിനുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സപ്ലൈസ് എന്ന് വെച്ചാൽ ഫുഡ് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഡയറ്റീഷ്യൻ ആണ്. ഇനി ഇവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ മുൻകരുതലാണ് എടുക്കേണ്ടത്, അതെല്ലാം അവർ ഫോളോ ചെയ്യുന്നുണ്ടോ, ആ ഫുഡ് ഡെലിവറി ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടാണ് ഡെലിവറി ചെയ്യുന്നത്, ഇതിനെല്ലാം ഓവറോൾ സൂപ്പർവിഷൻ ആർക്കുണ്ട്? ഡയറ്റീഷ്യൻ ഉണ്ട്. അപ്പൊ ഡയറ്റീഷ്യൻ ആണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഈ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് ഫുഡ് സർവീസ് ആണ്. ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുള്ള ഫുഡ് സർവീസ്, ഹോസ്പിറ്റലിലെ ഇൻപേഷ്യൻസ് ആവട്ടെ, അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആവട്ടെ, ഹോസ്പിറ്റലകത്തുള്ള സ്റ്റാഫുകൾക്ക് ആവട്ടെ, അവർക്ക് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഓവറോൾ കൺട്രോൾ ആർക്കാണ്? ഡയറ്റീഷ്യൻ ആണെന്ന് പറഞ്ഞു. ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് ടീമിന്റെ ഒരു മെമ്പർ ആണ്. അദ്ദേഹമാണ് നമ്മുടെ ഹോസ്പിറ്റലിലെ പേഷ്യൻസ് ഏത് ടൈപ്പ്, ഏത് കൈൻഡ് ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ് കൊടുക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നേഴ്സിംഗ് സ്റ്റാഫിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ടീച്ച് ചെയ്യുന്നതും. അതേപോലെ തന്നെ അദ്ദേഹം തന്നെയാണ് നമുക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സപ്ലൈസ് ഓർഡർ ചെയ്യേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. അതേപോലെ നമ്മളുടെ സൂപ്പർവിഷൻസ് കാര്യങ്ങൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റാഫുകൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ സൂപ്പർവിഷനും അതേപോലെ ഫുഡ് ഡെലിവറിയുടെ കാര്യമൊക്കെ ഒരു ഓവറോൾ സൂപ്പർവിഷൻ ആരുടെ ഉത്തരവാദിത്തമാണ്? ഡയറ്റീഷ്യന്റെ ഉത്തരവാദിത്തമാണ്. ഇനി നെക്സ്റ്റ് ആണ് മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ്. നമ്മൾ സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമൂഹ്യ സേവകര് അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകർ എന്നൊക്കെ നമുക്ക് അറിഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഹോസ്പിറ്റൽസിന് അകത്തുള്ള സോഷ്യൽ വർക്കേഴ്സിനെയാണ് നമ്മൾ മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറയുന്നത്. ദിസ് ഡിപ്പാർട്ട്മെന്റ് നെയ്മഡ് ആണ് കേട്ടോ. And with medical social workers help the patient and their family deals with a broad range of psychosocial issues, stress related to coping with illness, comply with anto spelling mistake undo തിരുത്തിക്കേക്ക്. ഫസ്റ്റ് നെയ്മഡ് ആണ്, പിന്നെ കംപ്ലൈ വിത്ത് ആണ്. കംപ്ലൈങ് വിത്ത് എന്നുള്ള മീനിങ് ആണ്. കംപ്ലൈങ് വിത്ത് ഇൽനെസ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹെൽത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പേഷ്യൻസ് പെട്ടെന്ന് അവർ തീരെ വയ്യാന്നൊക്കെ അറിയുമ്പോൾ അവർക്കത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പൊ ഒരു പേഷ്യന്റ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് ഇപ്പൊ ഒരു എന്താ പറയാ ഒരു പെട്ടെന്നൊരു അസുഖം വന്നത്, ക്യാൻസർ എന്ന് പറയുന്ന അസുഖമാണ് വന്നതെങ്കിൽ ആ ഫാമിലി നമ്മളൊക്കെ എങ്ങനെയായിരിക്കും? പേഷ്യന്റ് മെന്റലി ഓക്കെ ആയിരിക്കില്ല, സൈക്കോ സോഷ്യൽ ഇഷ്യൂസ് വരാനുള്ള പ്രശ്നമുണ്ട്, മെന്റലി ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. നമ്മൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത് ഇന്നതാണ് അസുഖം, ഇന്ന ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് മാറും. ഇതേപോലത്തെ കൗൺസിലിംഗ് അതേപോലെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ ഒരു ഫാമിലി മെമ്പേഴ്സിന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം ഈ മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സിനാണ്. ദിസ് ഡിപ്പാർട്ട്മെന്റ് അഡ്രസ് ദ ചലഞ്ചസ് ഫാമിലി ഫേസ്. ഇനി ഇവരുടെ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫാമിലി ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യണമെങ്കിൽ അവർക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ ആര് പ്രൊവൈഡ് ചെയ്യും? മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യും. ഇനി എന്തെങ്കിലും ഡൊണേഷൻസോ അല്ലെങ്കിൽ ആരെങ്കിലും ചാരിറ്റി ആയിട്ട് എന്തെങ്കിലും പൈസയ്ക്ക് കൊടുക്കണം അതൊക്കെ അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇൻക്രീസ് അക്സസിബിലിറ്റി ടു ഹെൽത്ത് കെയർ. അവർക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എത്തിച്ച് കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ അവരെ നോക്കും. സെർവ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ ഡോക്ടർ ആൻഡ് ഇൻഡിവിജ്വൽ. ഇപ്പൊ നമ്മുടെ പേഷ്യന്റും ഡോക്ടറും തമ്മിൽ ബ്രിഡ്ജ് ആയിട്ട് ഒരു പാലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി. കാരണം ചില പേഷ്യൻസ് നമ്മൾ അസുഖം ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ അവർ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി എന്തായാലും അവർക്ക് മെന്റലി ഓക്കെ ആയിരിക്കില്ല.
പിന്നെ അവർക്ക് അവർ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടും അവരുടെ ഫാമിലീസിന് നല്ല രീതിയിലുള്ള ഒരു മെന്റൽ സപ്പോർട്ട് കൊടുക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. ഇനി ഫാമിലി നമ്മൾ ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ചലഞ്ചസ് ഒക്കെ മീറ്റ് ചെയ്യുന്നതിൽ നമ്മളുടെ ഫാമിലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? ഈ മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ചത് ഏതൊക്കെയാണ്? സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റും ഹൗസ് കീപ്പിങ്ങും ഡയറ്ററി മെഡിക്കൽ സോഷ്യൽ വർക്കും വായിച്ചത്. ഈ 4 ഡിപ്പാർട്ട്മെന്റ് ഒന്ന് വായിച്ചു നോക്കി. വായിച്ചെല്ലാവരും? അത് നെയ്മഡ് എന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് മാനേഡ് എന്ന് പറഞ്ഞാല് അതാവാം നെയ്മഡ് നന്നാക്കിയേക്ക്. അതേപോലെ തന്നെ കോപ്പിങ് ഉള്ളടത്ത് കംപ്ലൈന്റ് ആക്കിയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അല്ലെങ്കിൽ കോപ്പിംഗ് തന്നെ മതി കേട്ടോ. ആ ഒരു വേർഡ് തന്നെ മതി. കാരണം ആ ഒരു പ്രശ്നങ്ങള് ആ ഇൽനെസ് നേരിടുന്നതിൽ നമ്മളവർക്ക് ഹെൽപ്പ് കൊടുക്കുക. സ്പെല്ലിംഗ് തിരുത്തണ്ട കേട്ടോ, തന്നെ മതി. എനിക്ക് വായിച്ചപ്പോ എന്തൊരു ചെറിയ ഗ്രാമർ മിസ്റ്റേക്ക് പോലെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കോപ്പിംഗ് തന്നെ മതി കേട്ടോ, കുഴപ്പമില്ല. എന്നുവെച്ചാല് ഫാമിലി മെമ്പേഴ്സും അതേപോലെ പേഷ്യൻസും ഇങ്ങനൊരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവർക്കത് എന്ത് ചെയ്യാൻ നേരിടാനായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ അവർക്ക് മെന്റൽ സപ്പോർട്ട് കൊടുക്കുന്നത് മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സിന്റെ ഡ്യൂട്ടി ആണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ നോക്കാം ഇനി അടുത്തത്. വായിച്ചല്ലോ. ഇനി നമ്മള് ലോക്കോമോട്ടീവ് പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് നമ്മള് സ്ട്രോക്ക് ഒക്കെ വരുന്ന വ്യക്തികൾക്ക് എന്ത് വരാനുള്ള ചാൻസ്, സ്ട്രോക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പക്ഷാഘാതമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി പാർട്ടുകൾ തളർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷാഘാതമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരാൾക്കാരുടെ ആദ്യ ഭാഗം തളർന്നു പോകും, അല്ലെങ്കിൽ ഭാഗം അല്ലെങ്കിൽ കൈയിന്റെ വശമൊക്കെ തളർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഫിസിയോതെറാപ്പിക്കൽ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഈ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി യൂണിറ്റ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി എന്നൊക്കെ പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ്. ഓക്കെ, this department aims at rehabilitation of the patients. പേഷ്യൻസിന്റെ റീഹാബിലിറ്റേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പുനരധിവാസം ഉണ്ടാ പേഷ്യൻസിന്റെ റീഹാബിലിറ്റേഷന് ഹെൽപ്പ് ചെയ്യാനാണ് ഏത് ഫിസിയോതെറാപ്പി യൂണിറ്റുകളുള്ളത്. കാരണം പേഷ്യൻസിനെ പഴയൊരു പഴയൊരു എന്താ പറയാ പഴയൊരു രീതിയിലേക്ക് എത്തിക്കാം. മുമ്പ് എങ്ങനെയായിരുന്നു സ്ട്രോക്ക് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ വന്നതിന്, ഈ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഇൻസിഡന്റ് വന്നതിന് മുമ്പ് പേഷ്യന്റ് എങ്ങനെയായിരുന്നു ആ ഒരു രീതിയിലേക്ക് പേഷ്യൻസിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി യൂണിറ്റ് എന്നൊക്കെയാണ് പറയാറ്. മോസ്റ്റ്ലി ലിങ്ക്ഡ് ടു ദ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റ് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഈ ഡിപ്പാർട്ട്മെന്റ് ഏത് അസുഖങ്ങളാണ് ഡീൽ ചെയ്യണത്? മനസ്സിലല്ലേ മക്കള്? കാരണം ഈ ഡിപ്പാർട്ട്മെന്റ് ഡീൽ ചെയ്യുന്നത് ഏത് അസുഖങ്ങളാ? ഓർത്തോപെഡിക്സ്, ബോൺസ് ആൻഡ് മസിൽസ് ഇല്ലേ? ഓക്കെ,
ബോൺസും മസിൽസും ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ആണ് ഓർത്തോ. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഇവര് ഒരുമിച്ച് ലിങ്ക് ഉണ്ടെന്നാ പറയുന്നത്. കാരണം ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ്, ദിസ് ഡിപ്പാർട്ട്മെന്റ് ഓഫർ എ വൈഡ് റേഞ്ച് ഓഫ് ലിഗ്മെന്റ്സ് പ്രശ്നം. ഓക്കെ ആണ്. This department offer a wide range of body healing therapies that will help the patient resuming normal functioning. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ബോഡി ഹീലിംഗ് തെറാപ്പീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പഴയ രീതിയിൽ നമ്മുടെ ബോഡി പഴയ രീതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് തെറാപ്പീസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ നോർമൽ ഫംഗ്ഷനിലേക്ക് നമ്മുടെ ബോഡി എത്തിക്കാൻ വേണ്ടി. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഓഫേഴ്സ് ഔട്ട് പേഷ്യന്റ് ആസ് വെൽ ആസ് ഇൻ പേഷ്യന്റ് സർവീസ്. അപ്പൊ ഫിസിയോതെറാപ്പി യൂണിറ്റുകൾ ഔട്ട് പേഷ്യന്റ് തെറാപ്പീസ് കൊടുക്കാറുണ്ട്, ഇൻ പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുണ്ടാവും. ഹോസ്പിറ്റൽ ഫിസിയോതെറാപ്പിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നവര്, എന്നിട്ട് ആ തെറാപ്പി കഴിഞ്ഞവര് ആ ദിവസം തന്നെ എന്ത് ചെയ്യും, ലീവ് ചെയ്യുന്ന പേഷ്യൻസും ഉണ്ടാവാറുണ്ട്. സ്ട്രോക്ക് ഒക്കെ വന്നിട്ടുള്ള പേഷ്യൻസിനാണ് മെയിൻ ആയിട്ട് ഫിസിയോതെറാപ്പി, ഇത്രയും നാള് ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്യാണെന്ന് നമ്മൾ ഡോക്ടർ പറയാറുണ്ട്. ഡിസ്ചാർജ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നേരെ ഫിസിയോതെറാപ്പി യൂണിറ്റിൽ പോയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കും. ഇനി നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാർമസി. നമ്മൾ ഡോക്ടറെ കണ്ടു, കൺസൾട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ട്രീറ്റ്മെന്റ് നമ്മൾ ട്രീറ്റ് ചെയ്തു, അതിനുശേഷം പ്രിസ്ക്രിപ്ഷൻ ചെയ്യാറുണ്ട്. നമ്മൾ ഏതൊക്കെ മെഡിസിൻസ് ആണ്, എന്ത് മെഡിറ്റേഷൻ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഡോക്ടർ പറയാറുണ്ട്. ഈ മെഡിസിൻസ് കളക്ട് ചെയ്യുന്ന പ്ലേസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫാർമസി എന്ന് പറയുന്നത്. എല്ലാ ഹോസ്പിറ്റൽസിലും ഫാർമസീസ് നമ്മൾ കാണാറുണ്ട്. Every hospital must be equipped with a pharmacy which provide drugs for entire hospital. അപ്പൊ എല്ലാ ഹോസ്പിറ്റൽസിലും ഫുൾ എക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു ഫാർമസി ഉണ്ടാവും. മറ്റു മെഡിസിൻസ് ഒക്കെ ഫുൾ എക്യുപ്പൈഡ് ആയിട്ടുള്ള ഫാർമസീസ് ഉണ്ടാവും. ഈ ഫാർമസിയിൽ നിന്നായിരിക്കും നമ്മുടെ entire ഹോസ്പിറ്റൽസിലേക്കുള്ള ഡ്രഗ്സ് ഉദ്ദേശിക്കുന്നത് മെഡിസിൻസ് ആണ്, മെഡിസിൻസിന്റെ സപ്ലൈ. It not only provide medication for the patient but also provide other drugs instrument used by all the departments of hospital for the patient care or surgeries. നമ്മൾ വിചാരിക്കും പേഷ്യൻസിനുള്ള മെഡിസിൻസ് മാത്രമാണ് ഫാർമസി കൊടുക്കുന്നത്. അല്ല, പേഷ്യൻസിനുള്ള മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹോൾ ഹോസ്പിറ്റൽസിലേക്ക് ആവശ്യമുള്ള എല്ലാ ഡ്രഗ്സും എവിടെ നിന്ന് സപ്ലൈ ഉണ്ട്, ഫാർമസിയിൽ നിന്ന് സപ്ലൈ ഉണ്ട്. നമുക്ക് ഹോസ്പിറ്റൽ ഡ്രഗ്സ് മാത്രമാണ്, പുതിയ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ചിലപ്പോൾ വേണ്ടി വരും. കാരണം ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത സിറിഞ്ച് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് പിന്നെ യൂസ് ചെയ്യില്ല. അതേപോലെ കോട്ടൻസ്, അതേപോലെ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് പുതിയത് വേണം. അങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സും അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത് ഫാർമസിയിൽ നിന്നാണ്. നമ്മൾ പറഞ്ഞു റൺ ബൈ എ ഫാർമസിസ്റ്റ്. സാധാരണയായിട്ട് ഫാർമസി റൺ ചെയ്യുന്ന ഫാർമസിസ്റ്റുകളാണ്. ഫാർമസി പ്രൊവൈഡ് ദ ഫോളോയിങ് സർവീസസ്. സാധാരണയായിട്ട് ഫാർമസി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളാണ് നമ്മൾ ഈ പറയുന്നത്. പർച്ചേസ് സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിറ്റേഷൻ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ള മെഡിസിൻസ് പർച്ചേസ് ചെയ്യുന്നു, അത് സപ്ലൈ ചെയ്യുന്നു, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻസും ഫാർമസിയിൽ നടക്കാറുണ്ട്. ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് വെച്ചിട്ട് മെഡിസിൻസ് ആണ് പറയുന്നത്. ഇൻ പേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിങ്. നമ്മൾ ഡിസ്പെൻസറീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റൽ അകത്തുള്ള പേഷ്യൻസിന് നമുക്ക് മെഡിസിൻസ് വാങ്ങിക്കാം. കൂടാതെ നമുക്ക് കൺസൾട്ടേഷന് വേണ്ടി വന്ന പേഷ്യൻസിന് നമ്മുടെ ഫാർമസിയിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, മെഡിസിൻസ് കളക്ട് ചെയ്യാറുണ്ട്, വാങ്ങിക്കാറുണ്ട്. ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസിസ്. നമ്മൾ ക്ലിനിക്കൽ ഫാർമസീസ് ഇപ്പൊ മെയിൻ ഫാർമസിയുടെ കീഴിൽ ക്ലിനിക്കൽ ഫാർമസീസ് ഉണ്ടാവും, അതേപോലെ വാർഡ് ഫാർമസീസ്. ഇതിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലൊക്കെ കണ്ടുവരുന്നതാണ് ക്ലിനിക്കൽ ഫാർമസീസും വാർഡ് ഫാർമസി. അപ്പൊ വാർഡിലേക്ക് ആവശ്യമുള്ള മെഡിസിൻസ് ഒക്കെ ആയിരിക്കും ഈ വാർഡ് ഫാർമസിയിൽ സ്റ്റോർ ചെയ്യണേ. ക്ലിനിക്കൽ ഫാർമസി എന്ന് പറയുമ്പോൾ ആ ക്ലിനിക്കായിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങൾക്കുള്ള മെഡിസിൻസ് ആയിരിക്കും ക്ലിനിക്കൽ ഫാർമസിയിൽ സ്റ്റോർ ചെയ്യുന്നത്. Doctors are usually give a set of procedure for meditation by the pharmacy to use as guide. അപ്പൊ നമ്മൾ ഡോക്ടേഴ്സ് സാധാരണയായിട്ട് പേഷ്യൻസിന് മെഡിറ്റേഷൻ ചെയ്യേണ്ട സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞു തരും. പിന്നെ അവരുടെ കോഡിലാണ് ചിലപ്പോ ഒരു മെഡിസിൻസ് എഴുതിയിട്ട് 1-01 എന്നൊക്കെ എടുക്കുന്നാവും. അപ്പൊ ആ മെഡിസിൻ ഒന്ന് വീതം എത്ര നേരം എന്നുള്ള ടൈം ആ ഒരു കോഡാണ്. ആ കോഡൊക്കെ കറക്റ്റ് ആയിട്ട് ഫാർമസിസ്റ്റ് മനസ്സിലാക്കി അത് പേഷ്യൻസിന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നതും ആരുടെ ഉത്തരവാദിത്തമാണ്, ഫാർമസിസ്റ്റിന്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾ എന്താ പറഞ്ഞത്, ഫാർമസിനെ കുറിച്ചാണ് പറഞ്ഞത്. എല്ലാ ഹോസ്പിറ്റൽസിലും വെൽ എക്യുപ്പൈഡ് ആയിട്ടുള്ള ഫാർമസീസ് ഉണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള എൻ്റെ ഡ്രഗ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്, ഫാർമസിയുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ പേഷ്യൻസിന് ആവശ്യമുള്ള എല്ലാ മെഡിക്കേഷൻസും ഡ്രഗ്സും അവിടെ ഹോസ്പിറ്റലിൽ ആവശ്യമുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫിന് ആവശ്യമുള്ള എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഫാർമസിയിൽ നിന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്.
സാധാരണയായിട്ട് ഫാർമസിസ്റ്റുകളാണ് ഫാർമസി റൺ ചെയ്യുന്നത്. ഫാർമസിയുടെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് പറഞ്ഞു, സർവീസുകൾ പറഞ്ഞു. ഫാർമസിയിലേക്ക് ആവശ്യമുള്ള മെഡിക്കേഷൻസ് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽസ് ഒക്കെ പർച്ചേസ് ചെയ്യുക, സപ്ലൈ ചെയ്യുക, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻസും ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസറീസ് പ്രൊവൈഡ് ചെയ്യാം. ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസീസ് അവർക്ക് ആവശ്യമുള്ള മെഡിസിൻസ് കൊടുക്കുക. ഡോക്ടർ പറയുന്നത് അനുസരിച്ചിട്ടുള്ള പ്രൊസീജിയേഴ്സ് അനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് നമ്മുടെ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുക. പേഷ്യൻസിന് അവിടെ നിന്ന് ഫാർമസിയിൽ നിന്ന് ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കുക. ഇന്ന മെഡിസിൻ ഇന്ന സമയത്താണ്, ഇത് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കേണ്ടതാണ്, ഇന്ന മെഡിസിൻസ് ദിവസവും 2 നേരം കഴിക്കണം. ചെറിയ മെഡിസിൻസ് നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കില് എടുക്കേണ്ടതായിട്ട് വരും, കഴിക്കേണ്ടതായിട്ട് വരും. അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഏതെങ്കിലും പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഈ ഫാർമസി ഇപ്പൊ എടുക്കുന്ന എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ്, പഠിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ആണ്. ജസ്റ്റ് ഞാനൊന്ന് ഇൻട്രൊഡക്ഷൻ മാത്രം ചെറിയ പറഞ്ഞ് നമ്മൾ പോകുന്നുള്ളൂ കേട്ടോ. ഇനി മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, പേഷ്യൻസിന്റെ റെക്കോർഡുകൾ ഉണ്ടാവും. എല്ലാ പേഷ്യൻസിനും നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെന്ത് ചെയ്യാറുണ്ട്, ഓരോ റെക്കോർഡ്, ഓരോ പേഷ്യൻസിനും ഓരോ ഫയൽ അവർ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതായത് നമുക്കൊരു കാർഡ് തരാറുണ്ട്, ചെറിയ കാർഡ് തരും. അതായത് നമ്മുടെ പേഷ്യന്റ് ഹോസ്പിറ്റലിന്റെ പേരുണ്ടാവും, ഫോൺ നമ്പർ ഉണ്ടാവും, പേഷ്യന്റ് നെയിം ഉണ്ടാവും, നമ്മുടെ ആ റെക്കോർഡ് ഫയലിന്റെ നമ്പർ ഉണ്ടാവും. അതായത് പേഷ്യന്റ് ഐഡന്റിറ്റി ID എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ടാവും. ആ കാർഡ് നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോൾ നമ്മൾ മുമ്പ് ട്രീറ്റ്മെന്റ് എടുത്ത സമയത്തുള്ള എല്ലാ ഫയലും കൂടി അവർ ആ ഒറ്റ ഫയലിൽ അത് എടുക്കും. അതായിരിക്കും നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടി പോവാറ്. അപ്പൊ നമ്മൾ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഫയൽസ് ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. ഏതാണ്? അഡ്മിഷൻ നമ്പർ അല്ലെങ്കിൽ ചില ഹോസ്പിറ്റലിൽ പേഷ്യന്റ് ID നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാറുണ്ട്. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റിനെ ഹാൻഡിൽ ചെയ്യുന്നത്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. Okay, this department handles recording and maintaining all records and files of inpatient as well as outpatients. Inpatientsനെ കുറിച്ചിട്ടുള്ളതാവട്ടെ ഔട്ട്പേഷ്യൻസിനെ കുറിച്ചിട്ടാവട്ടെ എല്ലാ റെക്കോർഡ്സും ഫയൽസും ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. It is with these records that the medical statistics can be formulated and it is serve as reference for future purpose. നമുക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റെക്കോർഡായിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. കൂടാതെ ഭാവിയിലേക്ക് ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ പേഷ്യന്റിനെ കൊണ്ടുവന്ന് ഈ പേഷ്യന്റ് നമ്മളുടെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യന്റ് ആണെന്ന് ഈ റെക്കോർഡ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പേഷ്യന്റിക്ക് മുമ്പ് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് എടുത്തിട്ടുള്ളത്, ആ സമയത്ത് എന്തൊക്കെ മെഡിസിൻസ് കഴിച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും അലർജീസ് ഉണ്ടായിരുന്നോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈ പഴയ റെക്കോർഡ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ റെക്കോർഡ് എടുക്കുമ്പോൾ മെഡിക്കൽ റെക്കോർഡ് എടുക്കുമ്പോൾ തന്നെ മനസ്സിലായി. ഇത് അവിടെ മുതൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്താൽ മതി. വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യേ അല്ലെങ്കിൽ വീണ്ടും കാര്യങ്ങളൊന്നും ചെയ്യണ്ട. കാരണം എന്താണ്, നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എല്ലാത്തിന്റെ റെക്കോർഡുകളും അല്ലെങ്കിൽ എല്ലാത്തിന്റെയും റിസൾട്ടും ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇത് വെള്ളമായിട്ട് ട്രീറ്റ്മെന്റ് മാത്രം പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്താൽ മാത്രം മതിയാവും. ഇനി നെക്സ്റ്റ് ആണ് മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഞാൻ പറഞ്ഞു ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും എപ്പോഴും എന്ത് ചെയ്തോണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. എന്നാൽ ഓപ്പറേറ്റബിൾ കണ്ടീഷനിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു മെയിൻ്റെനൻസ്, റിപ്പയർസ് ആൻഡ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ്. ചില ഹോസ്പിറ്റലിൽ അങ്ങനെ ആയിരിക്കും പേരിട്ട മെഡിക്കൽ ആൻഡ് മെയിൻ്റെനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും, റിപ്പയർസ് ആൻഡ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അത് അനുസരിച്ച് എല്ലാ കാര്യങ്ങളും റിപ്പയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാഫുകൾ വേണം. This department ensure the hospital in operable condition. അത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലേക്ക് ആക്കാനായിട്ട് എൻഷുർ ചെയ്യുന്നത് ആരാണ്? മെഡിക്കൽ മെയിൻ്റെനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇറ്റ് മേക്സ് ദ പ്ലാൻസ് ആൻഡ് പെർഫോം വേരിയസ് പ്രോജക്ട് ഫോർ ദ ഹോസ്പിറ്റൽസിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസും മറ്റുള്ള പ്രോജക്റ്റുകളൊക്കെ ഇങ്ങനെ പെർഫോം ചെയ്യുന്നത് തീരുമാനിക്കുന്ന ഈ ഡിപ്പാർട്ട്മെന്റ് ആണ്. This department makes sure that all electrical facilities are in perfect condition. നമുക്കറിയാം ECG അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഇലക്ട്രിക്കൽ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഏരിയ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പൊ ICUലൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ അവർക്ക് ആവശ്യമുള്ള ഓക്സിജൻ സപ്ലൈ അതേപോലെ ഇലക്ട്രിക്കൽ ആയ ഫെസിലിറ്റീസ് ആവട്ടെ ഒന്നും എന്താവാൻ പാടില്ല, ഒരു കാരണവശാലും സ്റ്റോപ്പ് ആവാനായിട്ട് പാടില്ല. അപ്പൊ അതെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. This department makes sure that all the electrical facilities are in perfect condition. നമ്മുടെ എല്ലാ ഇലക്ട്രിക്കൽ ഫെസിലിറ്റീസും പെർഫെക്റ്റ് കണ്ടീഷൻ ആണ് വർക്ക് ചെയ്യുന്നത്. പെർഫോംസ് റിപ്പയർസ് ആൻഡ് റീപ്ലേസ്മെന്റ് ഓഫ് വർക്ക് ഫോർ എയർ കണ്ടീഷനിങ് യൂണിറ്റ്, പ്ലംബിങ്, സ്റ്റീൽ വർക്ക്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യുക, അതിന്റെ റീപ്ലേസ്മെന്റും നടത്താന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? മെഡിക്കൽ മെയിൻ്റെനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്.
നെക്സ്റ്റ് ആണ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഓർ മെറ്റീരിയൽ മാനേജ്മെന്റ്. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുള്ള എല്ലാ സപ്ലൈസും എല്ലാ എക്യുപ്മെന്റ്സും പർച്ചേസ് ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. This department is responsible for purchasing all supplies and equipment for the hospital. ഹോസ്പിറ്റൽസിന് ആവശ്യമുള്ള എല്ലാ എക്യുപ്മെന്റ്സും സപ്ലൈസും പർച്ചേസ് ചെയ്യുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തമാണ്. ഇത് ഇൻഫർമേഷൻ IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. All hospitals today use computer to keep track of patient record. ഇന്ന് നമ്മൾ കണ്ടുവരുന്ന എല്ലാ ഹോസ്പിറ്റൽസും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ്. ഇപ്പൊ നമ്മുടെ പേഷ്യൻസിന്റെ റെക്കോർഡ് ആവട്ടെ, മെഡിക്കൽ റിലേറ്റഡ് അഫേഴ്സ് ആവട്ടെ, എന്നും ആവട്ടെ ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. Therefore, this department provides technical support as when needed and keep the system updated and provide support when a system fails. നമുക്ക് കമ്പ്യൂട്ടർ ഒക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റിന് സപ്പോർട്ട്, ടെക്നിക്കൽ സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റും കൂടി വേണം, ടെക്നിക്കൽ ഏരിയയും കൂടി വേണം, ടെക്നിക്കൽ സപ്പോർട്ടും കൂടി വേണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ് IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ സിസ്റ്റംസ് അപ്ഡേറ്റ് ആയിട്ടിരിക്കണം, സിസ്റ്റംസ് പെട്ടെന്ന് ഫെയിൽ ആവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടുള്ള നെസസറി ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് ഇത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്നത്. They also aims to provide effective online service for the patient. നമ്മൾ കേട്ട് വന്നിട്ടുണ്ടാവും, ഡോക്ടർമാരെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് കൺസൾട്ട് ചെയ്യാം. അങ്ങനെ ഓൺലൈൻ സർവീസുകൾ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ സർവീസുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Helps to keep the entire hospital informed of certain events that take place with the hospital. അതേപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽസിലേക്ക് ഹോസ്പിറ്റൽ മൊത്തമായിട്ട് എന്തെങ്കിലും ഒരു ഇവന്റ് നടക്കുകയാണെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് IT ആൻഡ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വഴി എല്ലാവരുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പറഞ്ഞത് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ്. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് ആണ് എല്ലാ ഹോസ്പിറ്റൽസും, പേഷ്യൻസിന്റെ റെക്കോർഡ് ഒക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ എല്ലാവരും അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റൽസിന് സപ്പോർട്ട് ചെയ്യാൻ ഒരു ടെക്നിക്കൽ ടീം വേണം. നമ്മുടെ സിസ്റ്റംസ് പെട്ടെന്ന് ഫെയിൽ ആവാനുള്ള സിസ്റ്റംസ് അപ്ഡേറ്റഡ് ആയിരിക്കണം. അപ്പൊ നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. ഇനി നമുക്കൊരു കാര്യം എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഹോസ്പിറ്റലിലുള്ള എല്ലാ സ്റ്റാഫുകളോടും എൻ്റെ സ്റ്റാഫിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതിന് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യമാണ്. അതിന് വേണ്ടിയാണ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ പേഷ്യൻസിന് വേണ്ട ഓൺലൈൻ സർവീസുകളൊക്കെ ഈ ഡിപ്പാർട്ട്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഓൺലൈൻ കൺസൾട്ടേഷൻ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. അങ്ങനെ തോന്നുന്നുണ്ടോ സ്പീഡ്? ഞാൻ ചോദിക്കാം, എല്ലാവർക്കും അങ്ങനെ ഒരു ഫീൽ ഉണ്ടോ? സ്പീഡ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ, മാക്സിമം ഒന്നുകൂടി പറഞ്ഞു നോക്കാം കേട്ടോ. ഞാൻ 2 പ്രാവശ്യം പറയുന്നുണ്ടല്ലോ, അപ്പൊ അത് ക്യാച്ച് ചെയ്യാനായിട്ട് ആ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ സാധാരണ കാരണം ക്ലിയർ ആവുന്നില്ലേ നിങ്ങൾക്ക്? പറയണത് മനസ്സിലാവാത്തതാണോ അല്ലെങ്കിൽ എന്റെ സ്പീഡാണോ പ്രശ്നം? ക്ലിയർ ആവുന്നുണ്ടോ? സാധാരണ സ്പീഡിൽ തന്നെയാ പോണത്. നമ്മള് നോർമൽ സ്പീഡിൽ പോയില്ലെങ്കിലുള്ള പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ടീച്ചർമാർ അത്യാവശ്യം ഭയങ്കര സ്ലോ ആയിട്ട് ക്ലാസ് എടുക്കണമെന്നുണ്ടാവും. അപ്പൊ എനിക്ക് സ്പീഡിൽ പോയില്ലെങ്കിൽ എനിക്ക് തന്നിരിക്കുന്ന പോർഷൻസ് വലിയ ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് തീരില്ല, എന്റെ മാത്രം പോർഷൻ തീരാണ്ട് നിൽക്കും. നിങ്ങൾക്കറിയാം ബാക്കി എല്ലാ ടീച്ചേഴ്സും മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഞാൻ മാത്രമാണ് മൊഡ്യൂൾ 1 വെക്കണം, കാരണം എന്റെ ചാപ്റ്റേഴ്സ് ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. കൂടി നമ്മുടെ ഈ മൊഡ്യൂള് 1 കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോ അതുകൊണ്ടാണ് ഞാനിപ്പോ എനിക്ക് ഈ ഒരു പോർഷൻ മൊത്തമായിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് എനിക്ക് സ്പീഡ് ആയത്. അല്ല, ഞാൻ 2 പ്രാവശ്യം പറയുന്നുണ്ട്, സാധാരണയായിട്ട് 2 പ്രാവശ്യം ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ്. ഞാൻ എല്ലാ ക്ലാസ്സിലും എടുക്കുന്ന അതേ സ്പീഡോട് കൂടിയാണ് ഇവിടെയും അത് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവേണ്ടതാണ്. കാരണം ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറയാം, ക്ലിയർ ആവാത്തതാണോ, പറയുന്നത് മനസ്സിലാവാത്തതാണോ എന്ന് എന്നോട് പറയണോ കേട്ടോ.
ചിലപ്പോൾ എല്ലാവർക്കും ആ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ടാവും. കാരണം ഒരുപാട് പേര് കരിയർ ഗ്യാപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നവരാണെങ്കിൽ അപ്പൊ പെട്ടെന്ന് കാര്യങ്ങൾ അങ്ങോട്ട് ക്യാച്ച് ചെയ്യില്ല. ഞാൻ എന്റെ ഈ ഒരു സ്പീഡിൽ തന്നെ പോയില്ലെങ്കിൽ നമ്മുടെ പോർഷൻസ് കവർ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സ്പീഡിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒന്ന് നോക്കുക. ഞാൻ പറഞ്ഞതൊന്ന് വായിച്ചു നോക്കിയേ. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും നമുക്ക് സാധാരണയായിട്ട് ഇനി ഒരു ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഈ വന്നിരിക്കുന്നത് എല്ലാം. ഇവിടെ മുതൽ ക്ലിനിക്കൽ ലാബ് മുതൽ റേഡിയോളജി ഒക്കെ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയ എല്ലാവരും. ഇന്ന് എടുത്തത് ഫിസിയോതെറാപ്പി മുതലൊന്ന് വായിച്ചേ താഴത്തേക്ക്. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് പറയാം. എല്ലാവരും ഒന്നും കൂടി പറഞ്ഞു പോവാം. കാരണം സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ കഴിഞ്ഞു. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെയാണെന്ന് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു പോവാം സിമ്പിൾ ആയിട്ട്. ഫസ്റ്റ് നമ്മൾ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ ആദ്യം പറഞ്ഞത് ക്ലിനിക്കൽ ലബോറട്ടറീസ് ആണ്. നമ്മൾ ലാബ് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി മെയിൻ ആയിട്ട് ക്ലിനിക്കൽ ലബോറട്ടറീസ് ലാബ് ടെസ്റ്റുകളാണ് ചെയ്യാറ്. മെയിൻ ആയിട്ട് ചെയ്യുന്നത് 6 ഫീൽഡുകളിലാണ്. ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സെറോളജി, ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി എന്ന് പറയും. അപ്പോൾ ബാക്ടീരിയോളജി വെച്ചാൽ ബാക്ടീരിയൻസിനെ കുറിച്ചുള്ള പഠനം, ബയോകെമിസ്ട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാസപ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം, ഹിസ്റ്റോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടിഷ്യൂസിനെ കുറിച്ചുള്ള പഠനം, സെറോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറംസ്, ബോഡി ഫ്ലൂയിഡിനെ കുറിച്ചിട്ടുള്ള പഠനം, അപ്പൊ ഹെമറ്റോളജി എന്ന് വെച്ചാൽ ബ്ലഡിനെ കുറിച്ചിട്ടുള്ള പഠനം, സൈക്കോളജി എന്ന് വെച്ചാൽ സെൽസിനെ കുറിച്ചുള്ള പഠനം. ഇത്രയും കാര്യങ്ങളാണ് ക്ലിനിക്കൽ ലബോറട്ടറിയിൽ നടക്കുന്നത്. ഈ റേഡിയോളജിയിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഫിസിഷ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു അസുഖം ഡയഗ്നോസ് ചെയ്യാനും മറ്റു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് റേഡിയോഗ്രാഫിക് ഇമേജസ് യൂസ് ചെയ്യാറുണ്ട്. എക്സ്റേ, CT സ്കാൻ, MRI, ECG, അതേപോലെ തന്നെ അൾട്രാ കളർ ഡ്രോപ്പർ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഓരോ അസുഖങ്ങൾ എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് റേഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. CSST എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹോസ്പിറ്റൽ വഴി ഒരു ഇൻഫെക്ഷനും സ്പ്രെഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിർബന്ധം ഹോസ്പിറ്റൽസിനുണ്ട്. സോ നമ്മുടെ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സും നമ്മൾ എന്ത് ചെയ്ത് യൂസ് ചെയ്യും, സ്റ്റെറിലൈസ് ചെയ്ത് അണുവിമുക്തമാക്കിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അതായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് CSST. ഫുൾ ഫോം ചോദിക്കാറുണ്ട്. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലില്
ഹോസ്പിറ്റൽ ഫുള്ള് ക്ലീനും നീറ്റും ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് ലോണ്ടറി, അതേപോലെ ഹോസ്പിറ്റലിന്റെ റൂംസ് ക്ലീൻ ചെയ്യുക, നമ്മുടെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുക, എല്ലാം ഉത്തരവാദിത്തമാണ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഹോസ്പിറ്റലിൽ ഉള്ള പേഷ്യൻസിന്, ഇൻപേഷ്യന്റ് ആവട്ടെ, അവരുടെ ഫാമിലീസ് ആവട്ടെ, ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ അവർക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തമാണ്. ഇതൊക്കെ ഓവറോൾ നോക്കി നടത്താൻ വേണ്ടിയിട്ടാണ് ഡയറ്റീഷ്യൻ ഉള്ളത്. ഇനി മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽസിൽ പേഷ്യൻസിന്റെയും ഫാമിലിനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഷ്യൽ ഗ്രൂപ്പ് ഉണ്ട്. ആ ഒരു ഗ്രൂപ്പിന്, ആ ഒരു സന്നദ്ധ പ്രവർത്തകരെയാണ് നമ്മൾ മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറയുന്നത്. കാരണം ചില അസുഖങ്ങളായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ലൈഫ് ത്രെറ്റനിങ് ഇൽനസ് ഒക്കെ ഫേസ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻസും ഫാമിലീസും എന്ത് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്, മനസ്സൊക്കെ തളർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അവർക്കൊരു മെന്റൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ഫിസിയോതെറാപ്പി. ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഷ്യൻസിന് എന്തെങ്കിലും ഭാഗങ്ങളിൽ എന്തെങ്കിലും എന്താ പറയാ ലോക്കോമോട്ടർ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള തെറാപ്പിക് ഹീലിംഗ് മെഷേഴ്സ് ഒക്കെയാണ് ഫിസിയോതെറാപ്പി യൂണിറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫിസിയോതെറാപ്പി യൂണിറ്റ്സ് ഹോസ്പിറ്റലിന്റെ അകത്ത് ഔട്ട് പേഷ്യന്റ് ബേസിലും ഇൻ പേഷ്യന്റ് ബേസിലും സർവീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമ്മുടെ ഹോസ്പിറ്റൽസ് നല്ല രീതിയിൽ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാർമസീസ്, വെൽ എക്യുപ്പൈഡ് ആയിട്ടുള്ള ഫാർമസി വേണം. അപ്പൊ ആ ഫാർമസീസിലേക്കുള്ള മെഡിറ്റേഷൻ ഫാർമസ്യൂട്ടിക്കലൊക്കെ പർച്ചേസ് ചെയ്യുക, അതിന്റെ സപ്ലൈസ്, ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിങ്, ഇൻപേഷ്യൻസിനും ഔട്ട് പേഷ്യന്റിനും ആവശ്യമുള്ള മെഡിസിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസിക്ക് ആവശ്യമുള്ള മെഡിസിൻസ് കൊടുക്കുക. ഡോക്ടേഴ്സിന്റെ പ്രൊസീജിയേഴ്സ്, പ്രിസ്ക്രിപ്ഷൻ ഒക്കെ നല്ല രീതിയിൽ പേഷ്യൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഉത്തരവാദിത്തം ആരുടെയാണ്? ഫാർമസിയുടെയാണ്. ഇത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മുടെ പേഷ്യൻസിന് വേണ്ടിയിട്ട് റെക്കോർഡുകൾ നമ്മുടെ ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യാറുണ്ട്. ഈ റെക്കോർഡ്സ് ഒക്കെ ഇൻ പേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനും റെക്കോർഡ് കീപ്പ് ചെയ്യാറുണ്ട്. നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യേണ്ടതും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ഉത്തരവാദിത്തമുണ്ട്. മെഡിക്കൽ റെക്കോർഡ് ഒക്കെ ഭയങ്കര ലീഗൽ ഡോക്യുമെന്റ് ആണ്. അത് കോൺഫിഡൻഷ്യലി മെയിൻറ്റെയിൻ ചെയ്യണം. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ 24 hours വർക്ക് ചെയ്യണം. അപ്പൊ നല്ല വർക്കിംഗ് കണ്ടീഷനിൽ അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആരുടെ സപ്പോർട്ട് വേണം? എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെൽപ്പും വേണം. ഇനി നെക്സ്റ്റ് ആണ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ട്. ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുള്ള എല്ലാ സപ്ലൈസും എക്യുപ്മെന്റ്സും പർച്ചേസ് ചെയ്തത് ആരുടെ ഉത്തരവാദിത്തമാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇന്നെന്ന് പറയുന്നത് എല്ലാ ഹോസ്പിറ്റലും കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പൊ നമുക്കൊരു ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ ഒരു ടെക്നിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് IT ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് തന്നെ, അതായത് ടെക്നിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടൊരു കുറച്ച് ആൾക്കാർ വേണം. അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മൾ ഇന്ന് എടുത്തത് അല്ലെ? ഇന്നെടുത്ത് ഇത്രയും അല്ലേ പോർഷൻ? ഇത്രയും എടുത്ത കാര്യം ക്ലിയർ ആണ് എല്ലാവർക്കും? എല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കണം. അപ്പോ എനിക്ക് തോന്നുന്നു 5th ചാപ്റ്ററിൽ ഒരു പേജും കൂടി ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അത് എടുക്കാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ.